നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന വേദ ഒടുവിൽ ദീപ്തിയെ വിളിക്കണം. വേദയ്ക്ക് നല്ല ടെൻഷനായി. കാരണം വരുണാണ് അവളുടെ മനസ്സിലുള്ള ആ ചെറുപ്പക്കാരെന്ന് വിക്രം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സഹിച്ചില്ല. വേദയ്ക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. ദീപ്തിയാണ് കോള് എടുത്തില്ല. ദീപ്തിക്കറിയാം വേദ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും വിളിക്കണേ. തൻ്റെ മനസ്സിലുള്ള ചെറുപ്പക്കാരൻ ആരാന്നുള്ള കാര്യം ചിലപ്പം ചേച്ചി അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് ദീപ്തി മനഃപൂർവ്വം കോള് കട്ട് ചെയ്ത് വിടുവാണ്. വേദയ്ക്കൊരു കാര്യം മനസ്സിലായി. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. വരുൺ എന്ന് പറഞ്ഞാൽ അവനെ പോലെ പക്ക ഒരു ഫ്രോഡിനെ കണ്ടിട്ടില്ല. അവൻ കാരണമാണ് ഒരു പെൺകുട്ടി ഇപ്പോഴും വയ്യാതെ കിടക്കുന്നത്. കാരണം അവൻ്റെ ക്രൂരതയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. എന്നിട്ട് അവനെപ്പോലെ ഒരു ദുഷ്ടനെയാണ് അവൾ പ്രണയിച്ചുകൊണ്ട് നടക്കണേ. ഇത് അവൻ്റെ ചതി തന്നെയാണ്. പക്ഷെ അവൾ ആ ചതി തിരിച്ചറിഞ്ഞിട്ടില്ല. വേദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും വിക്രം കയറി വന്നു. അപ്പം വിക്രം വേദയോട് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛമ്മ വിക്രത്തെ അങ്ങോട്ട് വിളിപ്പിച്ചേ. പിന്നീട് വേദയുടെ അടുത്തേക്ക് വിക്രം വന്നു കഴിഞ്ഞിട്ട് വിക്രം ചോദിച്ചു, അല്ല എന്താ നീ എന്താ ഭയങ്കര ആലോചനയില്ല? അല്ല വിക്രസ്വാമി, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു, ദീപ്തിയെക്കുറിച്ച്. അല്ല ആ വരുണ് അവൻ എങ്ങനെ? ശരിക്കും പറഞ്ഞാൽ അവൻ മനഃപൂർവ്വം എന്നെ വിക്രത്തിനെയൊക്കെ കൊടുക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയത്. അത് പിന്നെ സംശയമില്ലല്ലോ, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിനകത്തുനിന്ന് എങ്ങനെയെങ്കിലും നിന്റെ അനുജത്തിയെ രക്ഷിച്ചേ മതിയാവുള്ളൂ. എനിക്ക് അവൻ്റെ സ്വഭാവം നന്നായിട്ടറിയാം. അവനെ ഞാനൊന്ന് തല്ലി ചാച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. പോരാത്തതിന് ആ ഗുണ്ടാവാസവൻ്റെ മകനും കൂടെ അല്ലേ അവന്. എന്തിന് വേദന ലൈസൻസ് കൊടുത്തു വിട്ടേക്കുവാണല്ലോ അവൻ്റെ അച്ഛൻ അവന്. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഞാൻ വേണേ ഈ പ്രശ്നം നിനക്ക് പരിഹരിച്ചു തരാമെന്ന് പറയണം. പ്രശ്നം എങ്ങനെ പരിഹരിക്കാന്ന്? ഒരു കാര്യം ചെയ്യാം, ഞാനത് എങ്ങനെ വേണ്ട പോലെ കൈകാര്യം ചെയ്യാം. എങ്ങനെയാതെന്ന് നീ അറിയണ്ട. നിനക്ക് പ്രശ്നം സോൾവ് ആയേ പോരെ. ഒരു കാരണവശാലും നിന്റെ അനുജയത്തിൻ്റെ പിന്നാലെ അവൻ നടക്കാതിരുന്നാൽ പോരെ. ദേ വിക്രം, മുമ്പത്തെ പല അടിയും പിടിയും ഉണ്ടാക്കാനേ അത് വേണ്ട. ഒന്നാമത്തെ കാര്യം മാല ഇട്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് അങ്ങനെയൊന്നും ചിന്തകളോ പോലും പാടില്ല. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, ഇതെല്ലാം നടക്കുകയും വേണം. അല്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് ശരിയാകത്തില്ല. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ ആദ്യം അവളെ കണ്ടൊന്ന് സംസാരിക്കാം. അവൾ എന്താ മറുപടി പറയണമെന്ന് അറിയത്തില്ല. അവളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പിന്നെ വേണ്ട എന്താ വെച്ചാൽ ചെയ്തോളാം. അതിനുശേഷം പറ്റില്ലെന്നുണ്ടെങ്കിൽ മാത്രം വിക്രം ഇതിനകത്ത് ഇടപെട്ടാൽ മതി എന്ന് പറയാണ്. അങ്ങനെ വേദയ്ക്ക് അന്നത്തെ രാത്രി കിടന്നിട്ട് ഉറക്കം പോലും വരുന്നുണ്ടായിരുന്നില്ല. ആ വരുണിനെ പോലെ ഒരു ദുഷ്ടൻ തൻ്റെ അനുജത്തിയുടെ ജീവൻ നശിപ്പിക്കാൻ കൂടിയിരിക്കുക. അവളാണെങ്കിലോ അതൊന്നും തിരിച്ചറിയുന്നുമില്ല. പിന്നീട് പിറ്റേ ദിവസം വിക്രം വർക്ക്ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വർക്ക്ഷോപ്പിൽ ചെന്ന് ഇതിനെക്കുറിച്ചൊക്കെ രാജേട്ടനോടും ജോസഫിനോടും ഒക്കെ പറയാം. ആ സമയം രാജേട്ടൻ പറഞ്ഞു, ഇതൊരു കുടുക്കാണല്ലോ വിക്രം. അതെ കുടുക്കാണ്, പക്ഷെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവരുടെ നല്ല പണി കൊടുത്താലോ? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വേദ പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഒന്നും ചെയ്യാത്തേ. എന്നാലും അവനെ വീണ്ടും എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് തോന്നുന്നു. അവൻ നശിപ്പിച്ച പെൺകുട്ടികളുടെ എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അവൻ എന്ത് തെറ്റ് ചെയ്താലും അവൻ്റെ അച്ഛൻ എന്ന് പറയുന്ന വാസവനുണ്ടല്ലോ, അയാളെ സഹായിക്കാനുണ്ട്. അയാൾ ഏത് ഇതിനകത്തുനിന്ന് ഊരിയെടുത്തുകൊണ്ട് പോരുമെന്നറിയാം. ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ അവനെ കൊല്ലേണ്ടതായിരുന്നു. അത് ചെയ്യാതെ വിട്ടാൽ ഞാൻ ഏറ്റവും വലിയ തെറ്റ് ചെയ്തേ. ഇപ്പം എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഇതിൻ്റെ പേര് ശിക്ഷ അനുഭവിച്ചാലും അതിന് അന്തസ്സുണ്ടായിരുന്നു. അപ്പോഴേക്കും രാജേട്ടൻ പറഞ്ഞതേ, ഇപ്പം നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. മാല ഇട്ടിരിക്കുമല്ലേ, മാല ഇട്ടിട്ട് ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, മലയ്ക്ക് പോയി വന്നതിന് ശേഷം നമുക്ക് അവനിട്ട് പണി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, വേറെ ആരെങ്കിലും ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞു. വിക്രം തൽക്കാലത്തേക്ക് വേണ്ട, നമുക്ക് നോക്കാം, എന്തൊക്കെയാണെന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിച്ചു. അതേസമയം വിശ്വം എന്ത് ചെയ്യുകയാണ്, പതിവ് പോലെ തന്നെ കടയിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടേ കൊടുക്കുകയാണ്. അപ്പം മുമ്പത്തെ പോലെയൊന്നുമല്ല, കൂടുതൽ ഓർഡറൊക്കെ കിട്ടുന്നുണ്ട്. വിശ്വത്തിനും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആ സന്തോഷത്തോടെ കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ആ സമയം ഇതൊക്കെ കണ്ടിട്ട് നന്ദിനിക്ക് ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല. നന്ദിനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കച്ചവടം ചെയ്ത് എങ്ങാനും ശ്രീചേട്ടത്തി വിശ്വനും നന്നായി പോയാലോ. അപ്പം തങ്ങളിങ്ങനെ കിടക്കുന്നു. അവർക്ക് നല്ലൊരു ഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു നന്ദിനിക്ക്. അതിൻ്റെ ഒരു കുശുമ്പും കുന്നായ്മയൊക്കെ നന്ദിനിക്ക് ഉണ്ടായിരുന്നാലും. പിന്നീട് നന്ദിനി വിനായകൻ്റെ അടുത്ത് നിന്നിട്ട് വിനായകനോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെക്കൊണ്ട് പറ്റില്ല ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാനായിട്ട്. നിങ്ങളുടെ ചേട്ടൻ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു, അതിന് എന്നെ കിട്ടത്തൊന്നുമില്ല. എത്രയും പെട്ടെന്നൊരു കാര്യം ചെയ്യുക, നിങ്ങൾ വല്ല വീടെടുത്ത് എന്നെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകാൻ നോക്കിയോ. അത് കേട്ടുകഴിഞ്ഞപ്പം അത് കേട്ടുകഴിഞ്ഞപ്പോൾ വിനായകൻ പറഞ്ഞു, അതെ അതങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അങ്ങനെ പോയാൽ പോലും നീ ജോലികളൊക്കെ ചെയ്യണ്ടേ? ഞാൻ ചെയ്തോളാം, അടുക്കള ജോലി ചെയ്യാനൊക്കെ എനിക്കറിയാം. അതെ ചെയ്യാന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. എല്ലാ ചിലവുകളും നമ്മൾ തന്നെ വഹിക്കണ്ടേ? എത്ര രൂപയുണ്ടേല? ഓഹോ, അപ്പോൾ വിനായകന് ഇപ്പോൾ ഇവിടുന്ന് പോകാൻ താല്പര്യമില്ലല്ലേ?
നോക്കാം, നീ ഒന്ന് ധൃതിപ്പെടാതിരിക്കുക, ഒന്ന് സമാധാനിക്കണ്ടേ നന്ദിനി, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദിനി പറഞ്ഞു, നിങ്ങൾക്കല്ലേലും ഇപ്പം ആ വേദ പറയുന്നതാണല്ലോ വേദവാക്യം, നിങ്ങൾ അവളുടെ പിന്നാലെ നിന്ന് മാറുന്നില്ല, അവൾ എന്ത് പറഞ്ഞാലും നിങ്ങളത് അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ട്, കണ്ടുപിടിച്ചോളാം എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. മുമ്പ് നിങ്ങൾക്ക് അങ്ങനെയൊന്നും ആയിരുന്നില്ല, പക്ഷേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് നന്ദിനി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. നന്ദിനിക്ക് കട്ടക്കലിപ്പായിരുന്നു, ജോലി ചെയ്യുന്നതിൻ്റെ ദേഷ്യമായിരുന്നു അവൾക്ക്. ഈ സമയത്ത് വേദ ദീപ്തിയെ എടുക്കാഞ്ഞിട്ട് പിറ്റേ ദിവസം കോടതി പോകുന്നതിന് പകരം നേരെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ദീപ്തിയാണ് കഥ തുറക്കുന്നത്. ദീപ്തിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ ദീപ്തി പറഞ്ഞു, എനിക്ക് ചേച്ചിയോടൊന്നും പറയാനില്ല, ഒന്നും കേൾക്കാനും ഇല്ലെന്ന് പറയണം. അത് കേട്ടപ്പോഴത്തേനും വേദ പറഞ്ഞു, എനിക്ക് നിന്നോട് പറയണം, സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അതെ, അവനുണ്ടല്ലോ ആ വരുണുമായിട്ടാണ് നിന്റെ കമ്പനിന്ന് എനിക്കറിയാം, അതൊരു കാരണവശാലും പാടില്ല ദീപ്തി, കാരണം അവൻ എത്രക്കാരനാണെന്ന് അറിയാം നിനക്ക്, അവൻ എങ്ങനെയുള്ള ചെറുപ്പക്കാരനാണെന്ന് നിനക്കറിയാവോ? ഓ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നേ വിക്രസ്വാമി ആയിരിക്കൂലേ, ചേച്ചിയുടെ ഭർത്താവ്. എനിക്കറിയാം, എന്നോട് വരുണ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുതെ ആ പാവത്തിന് തല്ലിച്ചതയ്ക്കുമല്ലേ നിങ്ങളുടെ ഭർത്താവ് ചെയ്തേ. എന്നിട്ടോ ഈ കാര്യത്തിൻ്റെ പേരിൽ ഇനി എങ്ങാനും വരുണിൻ്റെ ദേഹത്ത് കൈവെക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാനത് ചേച്ചിയോട് പറഞ്ഞു കഴിഞ്ഞു. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ചേച്ചി എന്നെ മേലെ ശല്യപ്പെടുത്താൻ വന്നേക്കല്ലേ. അപ്പോഴേക്കും വേദ പറഞ്ഞു, ഞാൻ പറയുന്ന അനുസരിക്കുന്ന നല്ല, നിനക്ക് ആ വരുണുമായിട്ട് കൂട്ടുകാർ ശരിയാകത്തില്ല, അവന് പക്ക ഫ്രോഡാണ്, അവൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം, അവൻ എത്ര പെൺകുട്ടികളെ ജീവൻ നശിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാവോ. പിന്നെ ചേച്ചി അത് പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിക്കല്ലേ, നാണമുണ്ടോ ചേച്ചി? അവനൊക്കെ സമൂഹത്തിൽ അന്തസ്സായിട്ട് ജീവിക്കുന്നവനാ, അല്ലാതെ ചേച്ചിയുടെ ഭർത്താവിനെ പോലെ ഗുണ്ടയൊന്നും അല്ല. ഇത് കേട്ടപ്പോൾ നല്ല ദേഷ്യം വന്നു വേദയ്ക്ക്. വേദ പറഞ്ഞ്, എൻ്റെ അനുജത്തിയായി പോയി, പിന്നെ ചേച്ചിക്ക് ഇത് എന്ത് പറയാൻ എന്ത് യോഗ്യത ഇരിക്കുന്നേ? ചേച്ചി ഇതൊന്നും എൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ല, ചേച്ചി പറഞ്ഞാലൊന്നും ഞാനത് ഇല്ലാതാക്കാനും പോകുന്നില്ല. എനിക്ക് വരുണിനെ ഇഷ്ടമാണ്, വരുണിന് എന്നെ ഇഷ്ടമാണ്, പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇനി കൂടുതൽ നേരെ ഇവിടെ നിന്ന് ചേച്ചി സംസാരിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദയെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. വേദ പറഞ്ഞ്, ഞാൻ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് അച്ഛനോട് പറയേണ്ടതായിട്ട് വരും. ഓ പിന്നെ ചേച്ചി പറഞ്ഞു എന്ത് വെള്ളം ചെയ്യാനും പറഞ്ഞുകൊണ്ട് ദീപ്തി കഥ കടയ്ക്കുകയാണ്. ആ സമയത്ത് വേദയ്ക്ക് നല്ല ദേഷ്യമായി. ഇവൾ അങ്ങനെ അനുസരിക്കുന്ന തരം കാണുന്നില്ല. അങ്ങനെയാണിത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. പിന്നീട് വേദ ശങ്കരനാരായണനെ വിളിക്കുകയാണ്. ശങ്കരനാരായണൻ കോടതിയിലായിരുന്നു. പിന്നീട് വേദയോട് പറഞ്ഞു, അതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നിന്നെ വിളിക്കാമെന്ന് പറയണം. അങ്ങനെ ഒടുവിൽ ശങ്കരനാരായണൻ വേദയെ കാണാനായിട്ട് എത്തുന്നുണ്ട്, വേദ പറഞ്ഞ സ്ഥലത്തേക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ ചോദിച്ചു, അല്ല എന്താ നീ വിളിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ്. അച്ഛാ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം അച്ഛനോട് പറയാനുണ്ട്. ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും അച്ഛൻ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാനോ ഒന്നും നിൽക്കരുത്, ഞാൻ പറയുന്നത് ക്ഷമയോടെ കേൾക്കണമെന്ന് പറയണം. അല്ല നീ കാര്യം എന്താ വെച്ചാൽ പറഞ്ഞില്ല. എനിക്ക് ദീപ്തിയുടെ കാര്യത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ദീപ്തിയുടെ കാര്യമോ? അതെ, അവളുടെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ശങ്കരനാരായണൻ ചോദിച്ചു, അല്ല അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ അവൾക്ക് ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഇച്ചിരി അഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ചെറുപ്പക്കാരൻ വേറെ ആരുമില്ല, വരുണാണ്, ആ വാസവന്റെ മകനാന്ന് പറയാണ്. ഇത് കേട്ടിഞ്ഞിപ്പോൾ ശങ്കരനാരായണൻ ഞെട്ടി. നീ എന്തൊക്കെയാ വേദ പറയണമെന്ന് ചോദിക്കുക. അതെ, അവൻ പക്ക ഫ്രോഡാച്ചാ, അവൻ്റെ സ്വഭാവമൊക്കെ തീരെ ശരിയല്ല. അവന് എങ്ങനെയുള്ളവനാന്നുള്ള കാര്യം അച്ഛനോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പല പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കേൾക്കാനായിട്ട് അവൾ കൂട്ടാക്കുന്നില്ല. അവൾക്ക് അവനെ തന്നെ മതിയെന്നാണ് പറയണേ. ഇത് ശരിക്കും പറഞ്ഞാൽ എന്നോടും വിക്രത്തോടുള്ള ദേഷ്യത്തിന് അവളെ കൂട്ടുപിടിച്ചിരിക്കുക വരുണ്. ഒരുപക്ഷെ അവളുടെ ജീവിതം നശിച്ചു പോകും, അത് പാടില്ല. എങ്ങനെയെങ്കിലും അച്ഛനത് തടഞ്ഞാൽ മതിയാവുള്ളൂ. ഇത് കേട്ടുകഴിഞ്ഞപ്പം നല്ല ദേഷ്യമായിപ്പോയി ശങ്കരനാരായണന്. അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുക, ഇതിനാണ് അവളെ ഞാൻ പഠിക്കാൻ വിടുന്നത്. ആ സമയം വേദ പറഞ്ഞു, അച്ഛാ അവൾക്കൊരു കൂസലുമില്ല, അവൾ വെല്ലുവിളിക്കും പോലെ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ കാര്യത്തിൽ ഇടപെടാന്ന്. എനിക്കല്ലേ ഇടപെടാൻ പറ്റാതെത്തുള്ളൂ. അച്ഛനൊരു കാര്യം ചെയ്യുക, അച്ഛനൊന്ന് ഉപദേശിച്ച് നോക്ക്, അവൾ നേരെയാവുമെങ്കിൽ അവനോടൊപ്പം ജീവിക്കാൻ അവളുടെ ആഗ്രഹമെങ്കിൽ അത് ഈ ജന്മത്ത് നടക്കില്ല, കാരണം അവൻ അത്രയ്ക്ക് പക്ക ഫ്രോഡാണ്. ഇതൊക്കെ കേട്ടിഞ്ഞപ്പോൾ ശങ്കരനാരായണൻ വല്ലാത്തൊരു ഞെട്ടല, കാരണം ശങ്കരനാരായണൻ ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ലത്. പിന്നീട് വേദ പറഞ്ഞു, അച്ഛന് ഓടിപ്പോയി വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകണ്ട, അറിയാലോ അവൾ എന്ത് തീരുമാനം എടുക്കുമെന്നും പറയാൻ പറ്റത്തില്ല. അച്ഛൻ ശാന്തമായിട്ട് കാര്യങ്ങളൊക്കെ അവളെ കൊണ്ട് ഒന്ന് കരയ്ക്കെത്തിക്കണം, കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ പറയണം. അങ്ങനെ ശങ്കരനാരായണൻ ആകെപ്പാടെ നീറുന്ന മനസ്സോടുകൂടിയിട്ടാണ് വീട്ടിലേക്ക് പോരുന്നത്. ആ സമയം വേദയ്ക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ചിലപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കേൾക്കും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല. വരുണ്ട പിടിയുന്ന എങ്ങനെയെങ്കിലും രക്ഷിച്ചല്ലേ മതിയാവുള്ളൂ. ഒരു പക്ഷേങ്കിൽ രക്ഷിക്കാനായിട്ട് സാധിക്കുമായിരിക്കും വേദയ്ക്ക്. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.